പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ബ്രൂസും നമ്മുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കൂടെയുള്ളവർക്കായിട്ടെല്ലാം സ്തോത്രം. ഡിഫ്യൂസിങ് അമാലേക്കൈറ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. 400 വർഷം മിസ്രൈമിലെ അടിമവാസത്തിന് ശേഷം കനാൻ എന്ന വാഗ്നാട്ടിലേക്ക് പോയ ഇസ്രായേൽ ജനത്തിൻ്റെ വിവിധ അനുഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലെ 2ാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊരു സംഭവമാണ് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. വേദപുസ്തകം എടുത്തിട്ടുള്ളവർക്ക്, വേദപുസ്തകം തുറന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ആ ദൈവവചന വാക്യം നമുക്ക് ഏറ്റുപറയാം, ഒരുമിച്ച് വായിക്കാം. റഫദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ 4 പേരുടെ ശബ്ദം കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് എല്ലാവരും വായിക്കാനാണ് പറഞ്ഞത്. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹ്റോനും ഹൂറും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹ്റോനും ഹൂറും ഒരുത്തനിപ്പുറത്തും ഒരുത്തനപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായിച്ചു കളയും എന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം പഠിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ പല തത്വങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയെ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തോട് താരതമ്യം ചെയ്തിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്. അവർ കനാനിലേക്ക്, ഇസ്രായേൽ ജനം കനാനിലേക്ക് യാത്ര ചെയ്തതുപോലെ നാമും സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിലായിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ ലോകത്തിൽ, ജീവിതത്തിൽ, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ അനുഭവിച്ചതുപോലെയുള്ള പല സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നു. ഇവിടെ 8-ാം വാക്യത്തിൽ നാം വായിച്ചു, റഫദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഒരു കാരണവുമില്ലാതെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്ന ഒരു കൂട്ടരായിരുന്നു അമാലേക്കർ. ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധത്തിന് ചെന്നതല്ല, ഒരു വഴക്കിനും പ്രശ്നത്തിനും അവർ പോയതല്ല. എന്നാൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ കണ്ടപ്പോൾ അമാലേക്കർക്ക് മനസ്സിലെന്തോ ഒരു പെരുവെരുപ്പ്, ഒരു ചൊറി, ഒരു സ്വസ്ഥതയില്ല അവർക്ക്. അപ്പോൾ അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങോട്ടൊന്നിനും പോകണ്ട, ഒന്നിനും പോയില്ലെങ്കിലും ഇങ്ങോട്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്ന അമാലേക്കരുണ്ട്. നമ്മുടെ അമ്മച്ചി, ഹൗവ അമ്മച്ചി ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോയായിരുന്നു ഏദൻ തോട്ടത്തിൽ വെച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യാൻ പോയാൽ? ഒരു ദ്രോഹവും ചെയ്യാൻ പോയില്ല. പക്ഷേ ഏദൻ തോട്ടത്തിൽ വളരെ സ്വസ്ഥമായിട്ട് താമസിക്കുകയായിരുന്നു. ആരും വിളിക്കാതെ ഹൗവ അമ്മച്ചിയോട് പോരാടുവാനായിട്ട് വളരെ തന്ത്രത്തിൽ ഒരാൾ അവിടെ കയറി വന്നു. ആരാണ്? സാത്താൻ, പിശാച്. പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ കയറി വന്നു. സർപ്പം, വാക്യം പറഞ്ഞിങ്ങനെ, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചു. 40 ദിവസം ഉപവാസം കഴിഞ്ഞ യേശു കർത്താവിനെ പരീക്ഷിക്കാൻ വിളിക്കാതെ വന്ന ഒരാളുണ്ട്. ആരാ? സാത്താൻ. പിശാച് അവനെ പരീക്ഷിക്കാൻ വന്നു. എന്തൊക്കെ ചോദിച്ചു? വിശക്കുന്നുണ്ടെങ്കിൽ കല്ല് അപ്പമാക്കുക. രണ്ടാമത് പറഞ്ഞു, ദൈവപുത്രനെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് ചാടുക. പിന്നെ എന്ത് പറഞ്ഞു? എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. അപ്പോൾ എത്ര തന്ത്രപരമായ പോരാട്ടങ്ങളാണ് പിശാച് അവിടെ മുമ്പിൽ കൊണ്ടുവന്നത്, കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. വിശ്വാസിയുടെ ജീവിതത്തിലും ഇതുപോലെ ആക്രമിക്കുവാനായിട്ട്, പരീക്ഷിക്കുവാനായിട്ട് വരുന്ന പല അമാലേക്കരുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട്, ജഡിക പോരാട്ടങ്ങളുണ്ട്. നമുക്ക് യുദ്ധത്തിനൊന്നും പോകാൻ ഇല്ലാത്തവരായിരിക്കാം, ആരെ ആക്രമിക്കാൻ പോകുവാൻ നമുക്ക് താല്പര്യമില്ലാത്തവരായിരിക്കാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, നിങ്ങളൊരു ദൈവ പൈതലായ നിമിഷം മുതൽ സാത്താൻ നിങ്ങളെ വളരെ തന്ത്രപരമായിട്ട്
ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എഫേസ്യർ 6:12 പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പോൾ ഒരു വിശ്വാസിക്ക് ജഡത്തിലുള്ള ഒരു മനുഷ്യനോട് പോരാട്ടമില്ല. നമ്മൾ അതുകൊണ്ട് വഴക്കിടാൻ പാടില്ല, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുവാനായിട്ട് പാടില്ല, പിണങ്ങിയിരിക്കാനായിട്ട് പാടില്ല. പക്ഷെ തീർച്ചയായും ഒരു വിശ്വാസിക്ക് പോരാട്ടമുണ്ട്. ആരോടാ? പിശാചിനോടും അവൻ്റെ തന്ത്രങ്ങളോടുമാണ് ഒരു ദൈവ പൈതലിന് പോരാട്ടമുള്ളതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പോരാടാൻ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പോരാട്ടമുണ്ട് എന്നുള്ളത്, ഒരു വാർഫെയർ ഉണ്ടെന്നുള്ളത്, ഒരു സ്പിരിച്വൽ വാർഫെയർ ഉണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു വിശ്വാസിയെ ആക്രമിക്കാൻ വരുന്ന അമലേക്കരാണ് പിശാച്. വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ജഡിക പോരാട്ടത്തെയാണ് അമാലേക്കർ സൂചിപ്പിക്കുന്നത്. ഇനി അമാലേക്കർ എങ്ങനെയാണ് യുദ്ധം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് അത് പറയുന്നില്ല. എന്നാൽ ആവർത്തനം 25:17-18 ആവർത്തനം 25:17-18 അമാലേക്കർ എങ്ങനെയാണ് ഇസ്രായേലിനെ ആക്രമിച്ചതെന്ന് കാണാം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് യുദ്ധം ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിൻ്റെ നേരെ വന്നു. നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിൻ്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. നീ എങ്ങനെ ഇരുന്ന സമയത്താ? നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ. എങ്ങനെ ഇരിക്കുന്ന സമയമാണ്? നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിൻ്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. അപ്പോൾ അമാലേക്കരെ കുറിച്ച് ശരിയായൊരു ധാരണ ഈ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ അവർ ഇസ്രായേലരുടെ അത്രയും ശക്തിയുള്ളവരല്ല ഈ അമാലേക്കർ. നേർക്ക് നേരെ പൊരുതിയാൽ ഇസ്രായേലരുടെ നേർക്ക് നേരെ ഈ അമാലേക്കർ പൊരുതിയാൽ ഇസ്രായേലിയർക്ക് നിഷ്പ്രയാസം ഇവരെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അമാലേക്കർ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടിയാണ് യാത്ര ചെയ്തത്. നാച്ചുറലി അവർ ഇടയ്ക്ക് തളരും, ക്ഷീണിക്കും. അമാലേക്കർ ഇവരുടെ യാത്രയെല്ലാം, ഇസ്രായേലരുടെ യാത്രയെല്ലാം നന്നായിട്ട് നിരീക്ഷിക്കുന്നവരാണ്, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ്. ഇസ്രായേലർ എപ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത്, ഇസ്രായേലർ എപ്പോഴാണ് തളരുന്നതെന്ന് അമാലേക്കർ നന്നായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി. എന്നിട്ട് അവർ ക്ഷീണിച്ചും തളർന്നും ഇരുന്നപ്പോൾ നമ്മൾ വായിച്ചില്ലേ, അവർ ക്ഷീണിച്ചും തളർന്നു. ആ യാത്രയിൽ ഇസ്രായേലർ ക്ഷീണിച്ചും തളർന്നും ഇരുന്ന സമയത്താണ് അമാലേക്കരെ ആക്രമിക്കുവാനായിട്ട് ഇടയായത്. പ്രിയ വിശ്വാസി, നിങ്ങളോട് പോരാടാനായിട്ട് തയ്യാറായിരിക്കുന്ന പിശാച് എന്ന അമാലേക്കിനും നിങ്ങളുടെ ജീവിതത്തെ വളരെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആത്മീയമായിട്ട് ശക്തിപ്പെട്ടിരിക്കുന്നതാണോ, നിങ്ങൾ ബലഹീനനായിട്ടാണോ ഇരിക്കുന്നത്? ഈ അവസ്ഥയെല്ലാം അമാലേക്കിനായ പിശാച് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ പോകുമ്പോൾ, നിങ്ങൾ വേദപുസ്തകം വായനയിൽ മടുപ്പില്ലാതെ പോകുമ്പോൾ, നിങ്ങൾ ഫെലോഷിപ്പിൽ നിങ്ങൾ തുടർച്ചയായിട്ട് വരുമ്പോൾ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങൾ തളർന്നാണോ ഇരിക്കുന്നത്? ആണോ? നിങ്ങൾ ഫുൾ സ്വിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഫെലോഷിപ്പിൽ സംബന്ധിക്കുന്നില്ല, നിങ്ങൾ ബൈബിൾ സ്റ്റഡിയിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ക്ഷീണിതരാകുവാനായിട്ട് ഇടയാവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ക്ഷീണം വരും, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ക്ഷീണം വരും. അപ്പോൾ ഇത്രയും നാളുമായിട്ട് ഞാൻ ഈ കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട്, ഇത്രയും നാളുമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മക്കളുടെ കല്യാണം നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഹൃദയത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ പിശാച് പറയും, ഇനിയും ഈ കർത്താവിനെ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടൊക്കെ പോകുന്നു, ഞാൻ ഇനി പഴയ വഴിക്ക് തന്നെ പോയേക്കാം, ഇനി അവിടെ എങ്ങാനും എൻ്റെ മക്കൾക്ക് ഞാൻ കല്യാണം ആലോചിക്കാം. ഇത്രയും നാളായിട്ട് ആ രോഗത്തിനൊരു സൗഖ്യം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ മനസ്സ് ക്ഷീണിച്ചു, ഫെലോഷിപ്പൊന്നുമില്ല, മനസ്സ് ക്ഷീണിച്ചു. അപ്പോൾ ഈ കർത്താവിനെ തള്ളി പറയുവാനായിട്ട് പലരും ഇടവരും. ഇത്രയും നാളായിട്ട് ഞാൻ എൻ്റെ മകൻ്റെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ശ്രമിക്കുന്നു, എൻ്റെ മകൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി, മകളുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഇതൊന്നും നടക്കുന്നില്ലല്ലോ. ആ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന, തളരുന്ന സമയത്ത് അമാലേക്കൻ പറയും, ഈ കർത്താവിനെയൊന്നും ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത്ര നാളായിട്ട് എൻ്റെ കടഭാരം മാറുന്നില്ലല്ലോ. പ്രിയപ്പെട്ടേ, ഒരു കാര്യം മനസ്സിലാക്കുക. തീച്ചൂളയിൽ കിടന്ന എബ്രായ പുത്രർ പറഞ്ഞ പോലെ പറയുന്ന ഒരുത്തനാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടറിഞ്ഞ വിശ്വാസി. ഈ തീയിൽ തന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ
തള്ളിപ്പറയില്ല. നമ്മൾ പാടി എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം മധു മനോഹരം ക്ഷമാ പുതുജീവിതം. അതിൻ്റെ വരികളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയാണോ നമ്മൾ പാടുന്നത്? നമ്മുടെ ഹൃദയത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കണം. എന്നാൽ മനസ്സിലാക്കുക, ശത്രുവായ സാത്താൻ, അമാലേക്കൻ നമ്മളെ ക്ഷീണിതനാണോ ഈ സമയത്ത് പിടിക്കാമെന്നാണ് നോക്കി ഇരിക്കുന്നെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. യോഹന്നാൻ 4:4 പറയുന്നു, വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഉറപ്പിച്ച് പറഞ്ഞേ, എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറ. ഈ ലോകത്തിൻ്റെ സർവാധിപതിയായ പിശാചിനേക്കാൾ വലിയവനാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്നവൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. ആ പിശാചിൻ്റെ തല ക്രിസ്തു കാൽവരിയിൽ തകർത്തതാണ്. ഹീസ് ഓൾറെഡി എ ഡിഫീറ്റഡ് എനിമി. പരാജയപ്പെട്ട ഒരു ശത്രുവാണ് പിശാച് എന്നുള്ളത് ദൈവമക്കൾ ഒരിക്കലും മറന്നു പോകരുത്. എഫേസർ 1:19 ക്രിസ്തുവേശുവിൽ ഒരു വിശ്വാസിക്കുള്ള ശക്തിയെപ്പറ്റി പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസിയിൽ വ്യാപരിക്കുന്ന ശക്തി അളവറ്റ വലിപ്പമാണ്. അത് വിശ്വാസിക്ക് അറിയില്ലെങ്കിലും ആർക്കറിയാം? അത് പിശാചിന്. നമുക്കറിയില്ല നമ്മുടെ ശക്തി എത്രയാണെന്ന്, നമുക്കറിയില്ലെങ്കിലും പിശാചിന് അറിയില്ല. ആനയുടെ ശക്തി അറിയുന്ന എപ്പോഴാണെന്നറിയോ? ആനയുടെ ശക്തി ആന എപ്പോഴാണ് അറിയുന്നതെന്നറിയോ? മതം പൊട്ടുമ്പോൾ ആനയ്ക്ക് ശക്തി മനസ്സിലാവുന്നത് എന്ന് പറയാറുണ്ട്. മതം പൊട്ടിക്കഴിഞ്ഞാൽ ആനയെ ആരെങ്കിലും പിടിച്ചാൽ കിട്ടാറുണ്ടോ എന്ന് പറയുന്ന പോലെ വിശ്വാസിയുടെ മതം പൊട്ടണമെന്നല്ല ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം. വിശ്വാസി ശക്തിയുള്ളവനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മറന്നു വരുന്നത്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ശക്തിയുള്ളവരാണ്. ആമേൻ. അപ്പോൾ പിശാചിനൊരു വിശ്വാസിയെ നേർക്ക് നേരെ ആക്രമിക്കാൻ ഭയമാണ്. അതുകൊണ്ടാണ് അമാലിക്കരെ പോലെ വളഞ്ഞ വഴികൾ ഉപയോഗിച്ച് പിന്നിൽ നിന്ന് തന്ത്രങ്ങളിലൂടെ പാപം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി ഒരു ദൈവ പൈതലിനെ വീഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആവർത്തനം 25:18 ഒന്നുകൂടി നോക്കിക്കുക. അവസാനം നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം. അമാലിക്കരുടെ സ്ട്രാറ്റജി ഇവിടെ കാണാം. ലക്ഷക്കണക്കിന് ആളുകളാണ് ജാഥ പോലെ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് പോകുന്നത്. ശക്തരായിട്ടുള്ളവർ മുമ്പിൽ ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട് പോകുക. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുള്ളവരൊക്കെ സാവധാനം തന്നെ പുറകിലേക്ക് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ബലം കുറഞ്ഞവർ, കൂടുതൽ അവശരായിട്ടുള്ളവർ, ഇവരൊക്കെ പിറകിൽ കാണും. ഇങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ പിറകിൽ നടന്ന ബലഹീനരെയാണ് അമാലേക്കരെ അറ്റാക്ക് ചെയ്ത് കൊന്നുകളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ മുമ്പിലാണോ നടക്കുന്നത്, ഇടയ്ക്കാണോ നടക്കുന്നത്, നിങ്ങൾ പുറകിലാണോ നടക്കുന്നത്? നിങ്ങൾ പുറകിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുൻപിലേക്ക് കയറി വരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അമാലിക്കരായ പിശാച് നോക്കി വയ്ക്കും. വിശ്വാസത്തിൽ ബലഹീനാണോ, അവൻ എങ്ങനെയാണ് തെറ്റിക്കണ എളുപ്പം, ആരെയാണ് പാപത്തിൽ വീഴിക്കാനായിട്ട് എളുപ്പം, അങ്ങനെയുള്ള ബലഹീനത മുതലെടുത്ത് പിശാച് ആക്രമിക്കും. ഒരു വിശ്വാസിയുടെ ബലഹീന വശം ഏതാണെന്ന് സാത്താന് നന്നായി അറിയാം. എവിടെ ആക്രമിച്ചാൽ, എവിടെ പിടിച്ചാൽ അവനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പിശാചിന് മനസ്സിലാവും. കോപിച്ച് പാപം ചെയ്യുന്നതാണ് ഒരു വിശ്വാസിയുടെ ബലഹീനത എന്നെങ്കിൽ കറക്റ്റ് കോപിക്കാനുള്ള സാഹചര്യം മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. നാവ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ഒരു പ്രശ്നമെന്ന് കണ്ട അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയിടും. അപ്പോൾ നാവ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. പണമാണോ, പദവിയാണോ, മറ്റെന്തെങ്കിലുമാണോ ബലഹീനതകളെന്ന് മനസ്സിലാക്കൽ ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. അശ്ലീല കാര്യങ്ങൾ കാണുവാൻ, കേൾക്കുവാനുള്ള ടെൻഡൻസി ഉള്ള ആളാണോ, അങ്ങനത്തെ കാര്യങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. അതിനുള്ള സാഹചര്യങ്ങൾ അമാലേക്കൻ പിശാച് ഉണ്ടാക്കിത്തരും. നമ്മളെ ഇങ്ങനൊരു യുദ്ധത്തിലാണ് ആയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞേ, 4 കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോ അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോ അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ജഡശരീരത്തിൽ ജീവിക്കുമ്പോൾ ഏത് ഏരിയയിലാണ് തെറ്റിപ്പോകാൻ സാധ്യത എന്ന് ഓരോരുത്തരും സ്വയം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. രണ്ടാമതായിട്ട് നമ്മുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോ അവർ സ്ട്രെങ്ത്. നമ്മുടെ ശക്തി മനസ്സിലാക്കണം. രണ്ടാമത് എന്താണ് മനസ്സിലാക്കേണ്ടത്? പറഞ്ഞേ,
നമ്മുടെ ശക്തി മനസ്സിലാക്കണം. വി മസ്റ്റ് നോ അവർ സ്ട്രെങ്ത്. മൂന്നാമത്, പിശാചിൻ്റെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോ ദ വീക്ക്നെസ് ഓഫ് സൈറ്റൻ. വി മസ്റ്റ് നോ ദ വീക്ക്നെസ് ഓഫ് സൈറ്റൻ. എന്താണ്? പിശാചിൻ്റെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. പിശാച് തോൽപ്പിക്കപ്പെട്ട ശത്രുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവൻ്റെ ബലഹീനത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാലാമതായിട്ട്, പിശാചിൻ്റെ ശക്തിയും നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോ ദ സ്ട്രെങ്ത് ഓഫ് സൈറ്റൻ ഓൾസോ. വി മസ്റ്റ് നോ ദ സ്ട്രെങ്ത് ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ ശക്തിയും നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു യുദ്ധത്തിലായിരിക്കുന്നതുകൊണ്ട് വിജയിക്കാൻ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ മനസ്സിലാക്കണം? നമ്മുടെ ബലഹീനത മനസ്സിലാക്കണം. വി മസ്റ്റ് നോ അവർ വീക്ക്നെസ്. നമ്മുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോ അവർ സ്ട്രെങ്ത്. 3, പിശാചിൻ്റെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോ ദ വീക്ക്നെസ് ഓഫ് സൈറ്റൻ. 4-മതായിട്ട് പിശാചിൻ്റെ ശക്തി. വി മസ്റ്റ് നോ ദ സ്ട്രെങ്ത് ഓഫ് സൈറ്റൻ. പിശാച് തോൽപ്പിക്കപ്പെട്ട ശത്രുവാണെങ്കിലും അവന് വിശ്വാസികളെ നിരാശപ്പെടുത്തുവാൻ, വിശ്വാസികളെ വഞ്ചിക്കുവാൻ, വിശ്വാസികളെ പരീക്ഷിക്കുവാൻ, വിശ്വാസികളെ തെറ്റുകളെ കൊണ്ട് പ്രലോഭിപ്പിക്കുവാനായിട്ട് അവന് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശത്രുവിനെ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അപ്പോൾ തന്നെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യരുത്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. പത്രോസ് 5:8 പറയുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ചർച്ചിലോട്ട് പോരുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും, ആർക്കിട്ടാടാ പണി കൊടുക്കണ്ടേ എന്ന്. ചിലപ്പോൾ നമ്മുടെ ഭാവനയിൽ പിശാച് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച്, ഇങ്ങനെ കറുത്ത ചിറകൊക്കെ വെച്ച്, ഇങ്ങനത്തെ ഒരു സംഗതിയാണ് നമ്മൾ ചിത്രങ്ങളിലുമൊക്കെ കണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ, അങ്ങനെയൊന്നും അല്ല നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്ന ആ രീതിയിലല്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഒരാൾ നിൽക്കുന്ന കാണുവാണെങ്കിൽ അപ്പം പിശാചാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. വളരെ സ്വീറ്റായിട്ടായിരിക്കും വരുന്നത്. വളരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി അമാലേക്കരെ ഇസ്രായേൽ ജനം എങ്ങനെ കീഴ്പ്പെടുത്തിയെന്ന് നോക്കാം. അമാലേക്കരെ എങ്ങനെയാണ് ഇസ്രായേൽ ജനം കീഴ്പ്പെടുത്തിയെന്ന് നോക്കാം. പുറപ്പാട് 17:9 പറയുന്നു, അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. അമാലേക്കരെ വെറുതെ വിടാനല്ല, അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനായിട്ട് മോശ തീരുമാനിച്ചു. പിശാച് നമ്മളെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ പേടിച്ചിരിക്കാനോ പേടിച്ച് ഓടുവാനല്ല ഇവിടെ നമ്മൾ കാണുന്നത്, മറിച്ച് അവനോട് പോരാടുവാൻ തയ്യാറായിട്ട് വിശ്വാസി നിൽക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. മനസ്സിലായോ? അയ്യോ, ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര ബന്ധനമാണ്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കണ്ണ് തുറന്നാ ബന്ധനം, കണ്ണടച്ചാൽ ബന്ധനം, ഇടത്തോട്ട് തിരിഞ്ഞാൽ ബന്ധനം, വലത്തോട്ട് തിരിഞ്ഞാൽ ബന്ധനം, അവനെ മുട്ടിയാൽ ബന്ധനം. ഇങ്ങനെ ബന്ധനത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ ഇടയിൽ കിടന്ന് കറങ്ങേണ്ട വ്യക്തിയല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. ഹല്ലേലൂയ. പിശാച് നമ്മളെ ആക്രമിക്കാൻ തയ്യാറാണെന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസി തിരിഞ്ഞോടുവല്ല വേണ്ടത്, വിശ്വാസി പോരാടാൻ തയ്യാറാണ്. അടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ടോ, നിനക്ക് പോരാടാനുള്ള ശക്തിയുണ്ട് ആത്മാവിലെന്ന് പറ. ആമേൻ. എഫേസ്യർ 6:10-11 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. സെൽഫിലല്ല ശക്തിപ്പെടേണ്ടത്, ജഡത്തിൻ്റെ ശക്തിയിലല്ല, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധവർഗം നമ്മൾ ധരിക്കണം. ഏതാ സർവായുധവർഗം? എഫേസ്യർ 6:14 പറയുന്നു, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പം ഒരു സോൾജിയറിനെ പോലെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു പട്ടാളക്കാരൻ, ഒരു മിലിറ്ററിക്കാരനെ പോലെയാണ്. നിങ്ങളുടെ അരയ്ക്ക് നിങ്ങൾ സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. തീരുന്നില്ല, സകല പ്രാർത്ഥനയാലും. എങ്ങനെ? ഒന്നുകൂടി പറഞ്ഞേ. യെസ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും
ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പേൻ. അപ്പം പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട് ഇത്രയും സംഗതികളൊക്കെ ദൈവവചനം ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സർവായുധവർഗം ധരിച്ച് പ്രാർത്ഥനയോടെ ഒരു വിശ്വാസി പിശാചിനോട് പോരാടാനായിട്ട് ഒരുങ്ങി നിൽക്കണം. ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അമാലേക്കിനോട് യുദ്ധത്തിനായി പുറപ്പെടാനായിട്ട് മോശ യോശുവയോട് പറഞ്ഞു. 9-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മോശ എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്? 9-ാം വാക്യം, 17-ന്റെ 9-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി പിടിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി പിടിച്ചുകൊണ്ട് നിൽക്കും. ആരുടെ വടി എന്നാ പറയുന്നത് അവിടെ? ആരുടെ വടിയാ? ദൈവത്തിൻ്റെ വടി. ദൈവം മോശയെ വിളിക്കുന്ന സമയത്ത് മോശയുടെ കയ്യിലിരുന്ന വടി മോശയുടെ സ്വന്തം വടിയായിരുന്നു. എന്നാൽ ആ വടി ഉപയോഗിച്ച് പല അത്ഭുതങ്ങൾ തമ്പുരാൻ ചെയ്തു. ചെങ്കടൽ വിഭാഗിച്ചു, പാറക്കിട്ട് അടിച്ചു, വെള്ളം പുറപ്പെടുവിച്ചു. ഈ വടി തന്നെ ഉപയോഗപ്പെടുത്തി. പക്ഷേ എന്നാൽ മോശയുടെ വടി പിന്നെ അറിയപ്പെടാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ദൈവത്തിൻ്റെ വടി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വടി. ഇതുപോലെ തന്നെ ദൈവം നമുക്കും പല നന്മകൾ നൽകിയിട്ടുണ്ട്. പഠിത്തം നൽകിയിട്ടുള്ളവരുണ്ട്, നല്ല ജോലി നൽകിയിട്ടുള്ളവരുണ്ട്, നല്ല ബിസിനസ് നൽകിയിട്ടുള്ളവരുണ്ട്, നല്ല കഴിവുകൾ നൽകിയിട്ടുള്ളവരുണ്ട്, നല്ല സൗന്ദര്യം നൽകിയിട്ടുള്ളവരുണ്ട്, നല്ല ആരോഗ്യം നൽകിയിട്ടുള്ളവരുണ്ട്, നല്ല സമയം തന്നിട്ടുണ്ട്. പണ്ട് തമ്പുരാനെടുക്കേട്ട് വരുന്നതിന് മുമ്പ് ഇതൊക്കെ എൻ്റെ സ്വന്തമായിരുന്നു. മനസ്സിലായോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിലുള്ള സകലതും പിന്നീട് നമ്മുടെ സ്വന്തമല്ല, അത് ദൈവത്തിൻ്റെതായിട്ട് മാറുകയാണ്. എൻ്റെ കഴിവെന്ന് പറയുന്നത് എൻ്റെ തമ്പുരാൻ്റെ കഴിവാണ്. എൻ്റെ സമയമെന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സമയമാണ്. ഇനി പുറപ്പാട് 17-ന്റെ 10 മുതൽ 12 വരെ നോക്കാം. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹറോനും ഹൂറും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തി ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു, അവൻ അതിന്മേൽ ഇരുന്നു. അഹറോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്ത് നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ, ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു എക്സലൻറ്റ് മോഡൽ നമുക്കിവിടെ കാണാം. ഇവർ യുദ്ധം ചെയ്ത രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് മോശയുടെ മാത്രം ജോലിയായിരുന്നില്ല. ഹല്ലേലൂയ. അത് യോശുവയുടെ മാത്രം ജോലിയായിരുന്നില്ല, അത് അഹറോൻ്റെ മാത്രം ജോലിയായിരുന്നില്ല, അത് ഹൂരിൻ്റെ മാത്രം മിനിസ്ട്രി ആയിരുന്നില്ല. എന്നാൽ ഒരു എക്സലൻ്റ് ടീം വർക്ക് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മോശ എന്തു പറഞ്ഞോ അതുപോലെ തന്നെ, അതുപോലെ തന്നെ യോശുവ പ്രവർത്തിച്ചു. ദൈവം തൻ്റെ മേലാക്കി വെച്ചിരിക്കുന്ന ലീഡറിനോട് ഏറ്റവും സബ്മിസീവായിരുന്നു ജോഷുവ. എന്നാൽ ജോഷുവയ്ക്ക് ചിന്തിക്കാം, മോശ പ്രായമൊക്കെ ആയി, നമ്മൾ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, പുതിയ സ്ട്രാറ്റജീസും പുതിയ ഐഡിയാസും ഒക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് ഈ വയസ്സൻ പറയുന്നതൊന്നും കേൾക്കണ്ട. അങ്ങനെയൊന്നും യോശുവ ചിന്തിച്ചില്ല. ലേറ്റസ്റ്റ് സ്ട്രാറ്റജീസൊക്കെ എനിക്കറിയാം, ഇതൊന്നും യോശുവ പറഞ്ഞില്ല. ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ മനസ്സിലാക്കുക, ക്രിസ്തീയ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് നിങ്ങൾ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരാൾക്ക് കീഴ്പ്പെടണം. നിങ്ങളൊരു ലീഡർഷിപ്പിന് കീഴ്പ്പെടേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കാര്യം പറയാം. നിങ്ങൾ സബ്മിസീവ് ആയില്ലെങ്കിൽ നാളെ നിങ്ങളൊരു പൊസിഷനിൽ വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് സബ്മിസീവ് ആകില്ല. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. എന്തുകൊണ്ട് യോശുവ ഒരു എക്സലൻ്റ് ലീഡറായിട്ട് കയറി വരുവാനിടയായി? കാരണം യോശുവ ഒരു നല്ല ശിഷ്യനായിരുന്നു, നല്ലൊരു ഡിസൈപ്പിളായിരുന്നു. മോശ ഒറ്റുനോക്കാനായിട്ട് പറഞ്ഞപ്പോൾ യോശുവ ഒറ്റുനോക്കാനായിട്ട് പോയി. ഏറ്റവും വിശ്വസ്തൻ, മോശ പറഞ്ഞു അത് പോയി ഒറ്റുനോക്കാൻ പറഞ്ഞു, യോശുവ ഏറ്റവും വിശ്വസ്തനായിട്ട് പോയി അത് ഒറ്റുനോക്കുവാനായിട്ട് ഇടയായി. യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ മോശ പറഞ്ഞതുപോലെ യുദ്ധം ചെയ്തു. യോശുവ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ മോശ എന്ത് ചെയ്തു? കുന്നിൻ മുകളിൽ കയറി. അവിടെ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടു. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. മോശയുടെ ഉയർത്തപ്പെട്ട കൈകൾ യുദ്ധം ചെയ്യുന്നവർക്ക് വേണ്ടി താൻ നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തുമ്പോൾ അമാലേക്കർ ജയിക്കും. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കരങ്ങൾ ഉയരാറുണ്ടോ?
ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ കരങ്ങൾ ഉയരണ്ടോ? എന്നാൽ പ്രായത്തിൻ്റെ ക്ഷീണമുണ്ടായിരുന്ന മോശയ്ക്ക് അധികം സമയം കൈയുയർത്തി പിടിക്കാനായിട്ട് സാധിച്ചില്ല. ആ കൈ താഴുമ്പോൾ ഇസ്രായേൽ തോൽക്കും. ഇവിടെ മോശയുടെ കൈകളെ താങ്ങുവാനായിട്ട് 2 പേര് വന്നു, അഹറോനും ഹൂരും. അവരൊരു കല്ലെടുത്ത് മോശയെ അതിന്മേൽ ഇരുത്തി, ഒരു സൈഡിൽ അഹറോനും ഒരു സൈഡിൽ ഹൂരും ഇരുന്ന് മോശയുടെ കൈ താങ്ങി. പ്രിയപ്പെട്ടവരെ, സഭ ഒരു സമൂഹമായിട്ട് ദൈവം നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി ഇവിടെ ഒരു സഭയാക്കുമ്പോൾ ഐക്യതയോടെ സ്നേഹത്തോടെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തമ്പുരാൻ നൽകുന്ന ദർശനം. അതാരും മറക്കരുത്. മോശയുടെ കൈകൾ ക്ഷീണിച്ചു. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ചില സമയത്ത് നമുക്ക് നിരാശ വരാം. എത്ര വലിയ ലീഡറാണെങ്കിലും ചില സമയത്ത് തളർച്ച വരാം, വിശ്വാസത്തിൽ ക്ഷീണം വരാം. ഈ സമയത്ത് താങ്ങുവാനായിട്ട് വിശ്വസ്തരായ ഒരു അഹറോനെയും ഒരു ഹൂരിനെയും ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു അഹറോനായിട്ടോ ഒരു ഹൂറായിട്ടോ പ്രവർത്തിക്കുന്നവരാണോ, അതോ കൂട്ടത്തിൽ നിന്ന് അമാലേക്കരെ പോലെ പ്രവർത്തിക്കുന്നവരാണോ? ഇവൻ ക്ഷീണിച്ചിരിക്കുക, എന്നാൽ ഇവനിട്ട് ഈ സമയത്തൊന്ന് കൊടുത്തേക്കാമെന്നുള്ള അമാലേക്കിൻ്റെ ചിന്ത പോലുള്ളവരാണോ ദൈവസഭയിലുള്ളത്? അതോ അഹറോൻ്റെയും ഹൂറിൻ്റെയും പോലെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക, ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കാം, ഞങ്ങൾ കൈയോട് കൈ ചേർത്ത് നിൽക്കാം, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം? ഈ മനോഭാവം ഉള്ളവരെയാണ് കർത്താവിന് ആവശ്യം. ഈ മനോഭാവം ഉള്ളവരെ കർത്താവിന് ഉപയോഗിക്കാനും പറ്റുള്ളൂ. സ്വയശക്തിയിലൊന്നും ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ, സ്വയശക്തിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. സഭയിൽ തളർന്നവരെ, ദുഃഖത്തിലിരിക്കുന്നവരെ, നിരാശയിലിരിക്കുന്നവരെ കൈകൊണ്ട് താങ്ങുവാൻ നമ്മുടെ കൈകൾ ഉയരാറുണ്ടോ? അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവിനെന്ന് ദൈവം ഓർപ്പിക്കുന്നു. പിമ്പിൽ നിന്ന് ആക്രമിക്കാൻ വരുന്ന അമാലേക്കരെ ഇസ്രായേൽ ജനം പോരാടിയെന്ന് നോക്കിക്കുക. എങ്ങനെ പോരാടിയെന്ന്? മോശ എന്തു പറഞ്ഞോ അതനുസരിച്ച് യോശുവ പടക്കളത്തിലേക്ക് ജനവുമായിട്ട് ഇറങ്ങുവാനായിട്ടിടയായി. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മോശയുടെ കൈകൾ തളർന്നപ്പോൾ താങ്ങുവാനായിട്ടുള്ള ഒരു അഹറോനും ഹൂരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തെ വഞ്ചിച്ച് തൻ്റെ തന്ത്രങ്ങളിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അമാലേക്കിനായ പിശാചിനെ ജയിക്കുവാൻ നമുക്ക് ഐക്യതയോടെ നിൽക്കണം. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, നമുക്ക് അമാലേക്കിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തണമെന്ന് പറ. നമുക്കത് ഐക്യതയോടെ സ്നേഹത്തോടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറ. ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി, തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് തയ്യാറാവണം. നിങ്ങൾ അല്പകാര്യത്തിൽ വിശ്വസ്തരാണെങ്കിലേ നിങ്ങളെ മറ്റൊരു കാര്യം ഏൽപ്പിക്കുമോ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ഈ ലോകത്തിൽ ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ വിശ്വസ്തനല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾ ഏൽപ്പിക്കപ്പെടുകയോ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുകയോ എന്നുള്ളതൊക്കെ സ്വപ്നം മാത്രമായിട്ട് വിശേഷിക്കും. ദൈവവചനത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലർ യോശുവയെ പോലെ ഫീൽഡിൽ ഇറങ്ങണം, ചിലർ മോശയെ പോലെ കൈകൾ ഉയർത്തണം, ചിലർ അഹരോനെയും ഹൂറിനെ പോലെ തളർന്ന കൈകളെ താങ്ങുവാനായിട്ട് കൂടെ ഉണ്ടാവണം. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് പടക്കളത്തിൽ നമുക്ക് നമ്മുടെ ശത്രുവിനെതിരായിട്ട് പോരാടാം. പുറപ്പാട് 17:13 പറയുന്നു, യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. ഒരു വിശ്വാസിക്ക് പിശാചിൻ്റെ ഏത് തന്ത്രങ്ങളെയും ജയിക്കുവാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഈ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാമെന്ന അമാലേക്കരെന്ന ഒരു ജാതി ഇന്ന് ഭൂമുഖത്ത് അവശേഷിക്കുന്നില്ല. നിങ്ങൾക്കറിയാവോ? ദൈവമക്കളെ തൊടാൻ വന്ന ഒരു ജാതി ഇന്ന് ലോകത്തിലില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തൊടാൻ ബാക്കി ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ വിറയ്ക്കും, കിടന്നു പെടപെട വിറയ്ക്കും. കാരണം തമ്പുരാന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് അവര്. തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്ന കർത്താവിനെ, തൻ്റെ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ ആയുധവർഗം ധരിച്ച് നമ്മൾ പോരാടുവാനായിട്ട് തയ്യാറാകണം. പിന്നെ 17-15 പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസ്സി, യഹോവ ഈസ് മൈ ബാനർ. കൊടി പിടിക്കുന്നവൻ വിജയിച്ചവനെ കൊടി പിടിക്കുകയുള്ളൂ. ആണോ? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ശത്രുവിന്റെ സകല പരിശോധനകളെയും പരീക്ഷണങ്ങളെയും അതിജീവിച്ച് കൊടി പിടിച്ച് നിങ്ങൾക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. യഹോവ നിസ്സി, യഹോവന്റെ കൊടി എന്ന് പേരിട്ട് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. 121 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ഉച്ചത്തിൽ നമുക്ക് ശബ്ദത്തിൽ വായിക്കാം. 121 സങ്കീർത്തനം ഒരുമിച്ച് വായിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു.
നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കും. ആക്ഷൻ. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ആദ്യം അങ്ങോട്ട് ക്ഷീണിച്ചു നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. എന്റെ കാലുകളിടറുകില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. എന്റെ കാലുകളിടറുകില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. ഇസ്രായേലിൻ പരിപാലകൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഇസ്രായേലിൻ പരിപാലകൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. യഹോവ എന്റെ പരിപാലകൻ, വലത്തുഭാഗത്തെനിക്കു തണൽ. യഹോവ എന്റെ പരിപാലകൻ, വലത്തുഭാഗത്തെനിക്കു തണൽ. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. സൂര്യൻ പകലെന്നെ ബാധിക്കില്ല, ചന്ദ്രൻ രാത്രി എന്നെ ബാധിക്കില്ല. സൂര്യൻ പകലെന്നെ ബാധിക്കില്ല, ചന്ദ്രൻ രാത്രി എന്നെ ബാധിക്കില്ല. ദോഷമൊന്നും തട്ടാതെ യഹോവ എന്നെ പരിപാലിക്കും. ദോഷമൊന്നും തട്ടാതെ യഹോവ എന്നെ പരിപാലിക്കും. ഗമനവും എൻ്റെ ആഗമനവും യഹോവ എന്നും പരിപാലിക്കും. ഗമനവും എൻ്റെ ആഗമനവും യഹോവ എന്നും പരിപാലിക്കും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ
യൗവനൻ ശക്തിയെ പുതുക്കിടും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്.